ഇന്ന് നമുക്ക് ഒരു ബ്ലൗസിൻ്റെയും പാവാടയുടെയും മെഷർമെൻറ്റ് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം. നമുക്ക് വേണ്ട അളവുകൾ: ബ്ലൗസിന് വേണ്ടിയിട്ടുള്ളത് ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ്, വേസ്റ്റ്, ലെങ്ത്ത്, ഹിപ്പ്, നെക്ക്, സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്. ഇത്രയും അളവുകളാണ് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ബോഡിയിൽ നിന്ന് എടുക്കാം. ആദ്യം നമ്മൾ ഷോൾഡറാണ് അളവെടുക്കുന്നത്. നമ്മുടെ ഈ കൈയുടെ ഈ ജോയിൻറ്റിൻ്റെ ഈ ഭാഗം തൊട്ട് അപ്പുറത്തെ കൈ ഇവിടെ വരെയാണ് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോൾഡർ വന്നിട്ടുള്ളത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചാണ് ഷോൾഡർ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ആം ഹോളാണ്. ആം ഹോള് ടൈറ്റായിട്ട് പിടിക്കരുത്, വല്ലാണ്ട് ലൂസായിട്ടും പിടിക്കരുത്. നമ്മുടെ ആം ഹോളിൻ്റെ അളവ് വന്നിട്ടുള്ളതും 14 ഇഞ്ച് തന്നെയാണ്. ആം ഹോളും ഷോൾഡറും മിക്കവർക്കും സെയിം തന്നെ ആയിരിക്കും. 14 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ ചെസ്റ്റ് അളവാണ് എടുക്കുന്നത്. ബ്രസ്റ്റിന് കുറുകെയുള്ള ഈ അളവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതാ 28 ഇഞ്ചാണ്. വല്ലാണ്ട് ടൈറ്റ് ആയിട്ടല്ല, ചെറിയൊരു ലൂസ് ഇട്ടിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു വിരൽ ഉള്ളിൽ കിടക്കണം, അത്രയും ലൂസ് മതി. 28 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 25.5 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. ഇതാ ക്രോപ്പായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ, ക്രോപ്പ് ടോപ്പ് ബ്ലൗസ് പോലെയാണ് തയ്ക്കുന്നതെങ്കിൽ 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 14 ഇഞ്ചാണ് ഈ ബ്ലൗസിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൗണ്ടാണ് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് 14 ഇഞ്ച്. ഇനി ബ്ലൗസ് എവിടെയാണോ, ബ്ലൗസിൻ്റെ ഇറക്കം എവിടെയാണോ അവിടെ നിന്നാണ് നമ്മൾ ഈ റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇതാ 28 ഇഞ്ചാണ് നമുക്കിവിടെ ലൂസ് വരേണ്ടത്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് തന്നെയായിരിക്കും മിക്കവർക്കും ഇവിടെയും വരിക. അപ്പോൾ അങ്ങനെ 28 ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ക്രോപ്പായിട്ടല്ല നോർമൽ ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 16-16.5 ഇഞ്ച് വരെ നമ്മൾ ബ്ലൗസിന് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ റൗണ്ട് എടുക്കുന്നത് ആ 16 ഇഞ്ചിൽ തന്നെയായിരിക്കണം റൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് വ്യത്യാസം വരും. ഇതാ 32 ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടുത്തെ മെഷർമെൻറ്റ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബ്ലൗസിന് മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെയും സ്ലീവിൻ്റെയും കൂടെ അളവ് നോക്കാം. നെക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ റൗണ്ട് നെക്ക് ആണെങ്കിൽ അധികം ഇറക്കണ്ട, ഒരു 4.5 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല റൗണ്ടിൽ തന്നെ നെക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്ക് നെക്കും നമുക്ക് എത്രമാത്രം ഇറക്കം വേണോ അതനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ 3.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവിലേക്ക് നോക്കാം. സ്ലീവ് ആണെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ആ ഷോൾഡർ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ സ്ലീവിന് അളവെടുക്കേണ്ടത്. സ്ലീവ് ഇപ്പോൾ നോർമലി ചെറിയ സ്ലീവ് ആണെങ്കിൽ നമുക്ക് 3.5 ഇഞ്ച് മതിയെങ്കിൽ അത്രയും എടുക്കുക. അത് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. ഇപ്പോൾ 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്. അപ്പോൾ എവിടെയാണോ നമ്മൾ എത്ര ഇഞ്ചാണോ എടുക്കുന്നത് അതിൻ്റെ ആ ഭാഗത്തെ റൗണ്ടാണ് നമ്മൾ സ്ലീവിനായിട്ട് എടുക്കേണ്ടത്. സ്ലീവ് റൗണ്ട് 8 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിനായിട്ട് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ഇനി നമ്മൾ സ്കേർട്ടിന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ പാവാട എവിടെയാണോ ഇടുന്നത് ആ ഭാഗത്തെ വണ്ണം എടുക്കുക. വേസ്റ്റ് റൗണ്ട് ഇതാ ഇവിടെയാണ് പാവാട ഇടുന്നതെങ്കിൽ ഈ വേസ്റ്റ് റൗണ്ടാണ് എടുക്കേണ്ടത്. 26.5 ഇഞ്ചാണ് ഇവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത്. 26.5 ഇഞ്ച്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ മുതൽ ലെങ്ത്ത് ഏറ്റവും താഴെ വരെ എടുക്കുക. ഇങ്ങനെയായിരിക്കണം. ഫുൾ പാവാട നിൽക്കുമ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിൽ നിന്നാലാണ് അതിന് വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ താഴ്ഭാഗം വരെ, നമ്മുടെ കാൽപാദം വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ കയറ്റി നമ്മൾ അളവെടുക്കരുത്.
നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് അളവെടുക്കുക. അപ്പം ഇവിടെ നമുക്കൊരു 39 ഇഞ്ച് അളവാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു പട്ടുപാവാട ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷർമെൻ്റ് എടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ക്ലോത്തിലേക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് 14 ഇഞ്ചാണ്. അപ്പോൾ 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ആണ്. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ വന്നിട്ടും 7 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഇനി ചെസ്റ്റ് റൗണ്ട് 28 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 7 ഇഞ്ച് തന്നെയാണ് ഇവിടെ ചെസ്റ്റ് വരുന്നത്. 7 + 1 ഇഞ്ച് നമ്മൾ ലൂസിനിടണം, പ്ലസ് 1½ ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇടണം. അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് വരുന്നത് 28 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക. നമ്മൾ ലൂസിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂട്ടുന്നത്. പ്ലസ് 1½ ഇഞ്ച് സീം അലവൻസിനായിട്ടും ഇടുന്നു. വേസ്റ്റ് റൗണ്ട് 25.5 അപ്പോൾ ഒരു 6.25 ഇഞ്ച് 6.5 ഇഞ്ച് നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം. 6.5 ആണ് വേസ്റ്റ് റൗണ്ട് വരിക. ഇനി ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 14 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ 14ൻ്റെ കൂടെ 1 ഇഞ്ചല്ല 2 ഇഞ്ച് കൂട്ടുക. എന്നിട്ടാണ് നമ്മൾ മടക്കിയടിക്കണം, താഴ്ഭാഗം മടക്കിയടിക്കണം. അപ്പോൾ 2 ഇഞ്ച് ആഡ് ചെയ്യുക. 16 ഇഞ്ചിൽ വേണം നമ്മൾ തുണി എടുക്കാനായിട്ട്. 14 ഇഞ്ചിൽ പ്ലസ് 2 ഇഞ്ച് അപ്പോൾ 16 ഇഞ്ച്. 16 ഇഞ്ചിൽ വേണം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ റൗണ്ട് മാർക്ക് ചെയ്യുന്ന ഈ 16 ഇഞ്ചിൻ്റെ അവിടുത്തെ റൗണ്ട് എന്ന് പറയുമ്പം അവിടെയും നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 7 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കണം, പ്ലസ് 1½ ഇഞ്ച് സീം അലവൻസിനും വേണ്ടി കൊടുക്കണം. നെക്ക് നമുക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ചെയ്യുന്നത്. ഈ അളവുള്ള ഒരാൾക്ക് 4½ ഇഞ്ച് ധാരാളമാണ്. 4½ ഇഞ്ച് മതി നെക്കിനിറക്കം. സ്ലീവിൻ്റെ ലെങ്ത്തും റൗണ്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റൗണ്ട് നമുക്കറിയാമല്ലോ, ഇതിൻ്റെ ഹാഫ് കൊടുക്കുക. ഇവിടെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം. ഇത്രയും അളവുകളാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.